ദേ ആ മല കണ്ടോ? നമുക്കിന്ന് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് ദേ മാലാഖ ഇങ്ങനെ റെഡി ആയിട്ട് ഏകദേശം സ്പോട്ടൊക്കെ പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? അതേന്ന് നമ്മുടെ കനകമല തന്നെ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ഈ മല കയറാനായിട്ട് വരുന്നത്. അന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും സീനിയേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും നല്ലൊരു സ്ഥലം പരിചയപ്പെടുത്തി തന്നത്. ഭക്തിസാന്ദ്രമായിട്ട് കയറേണ്ടടാന്ന്. എന്നാ നമുക്ക് കുറച്ച് അപ്പൊ തുടങ്ങിയാലോ? ഈശോയെ കാത്തോളണേ എന്ന് വിചാരിച്ചു. ഈശോയല്ലേ? ഈശോയാന്ന് വിചാരിക്കണു. അപ്പൊ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ കുറച്ച് വടിയും കുറച്ച് മുന്നറിയിപ്പൊക്കെ ഉണ്ടായി. ഒന്നും ആലോചിച്ചില്ല, അവ വടി ഒരെണ്ണടുത്ത് കൈപ്പിടിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് ആവശ്യം വരും. നമ്മൾ മല കയറുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ചകളിൽ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് കുരിശിന്റെ വഴിയൊക്കെ ചൊല്ലിയിട്ടാണ് ആൾക്കാർ കയറുന്നത്. എനിക്കത് ചൊല്ലാറിയില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറുന്നു. ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ. അപ്പൊ ദൈവം കുപ്പിയും കൊണ്ട് കയറുന്നു. നെഞ്ചൊക്കെ ഡും 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 എന്നാണ് ഇരിക്കണേ. ഇനി 14 ഉണ്ടല്ലേ, അത് കേറുമ്പോ ഒരു വിധം. കേറാം. ദേ കണ്ടില്ലേ, പകുതി കയറിയപ്പോ തന്നെ എന്റെ കാറ്റ് പോയി തുടങ്ങി കേട്ടോ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്നും നിരങ്ങിയൊക്കെയാണ് ഇത് കയറിയത്. പകുതി എത്തിയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയാ, കുറച്ചൊക്കെ ഒന്ന് അഡ്വഞ്ചറസ് ആവണ്ടേ? അഡ്വഞ്ചറസ് ഇഷ്ടമുള്ളവർക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇടാണിത്. ഈ ഒരു മലയ്ക്ക് 3000 അടി ഹൈറ്റ് ഉണ്ട്. മാത്രല്ല കുത്തനെയുള്ള കയറ്റാണ്. ഇത് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. എന്റെ മോനെ, അത്ര അടിപൊളി വ്യൂ താഴെന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടുമോ? അതിമനോഹരം എന്നതിൽ കവിഞ്ഞ് ഇതിനെ വർണ്ണിക്കാനായിട്ട് ഒന്നുമില്ല. അടിപൊളിയായിരുന്നു. നമ്മൾ കയറിയത് ഈവനിങ് ടൈമിലായതുകൊണ്ട് തന്നെ മുകളിലെത്തിയപ്പോ കുറച്ചൊന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. കയറുമ്പോ നല്ലോണം ക്ഷീണം തോന്നിയിരുന്നെങ്കിലും ഇറങ്ങിയപ്പോഴാണ് എന്റെ കാല് കിടുകിട വിറക്കണത് ഞാൻ കണ്ടത് കേട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോ അതേ നമ്മൾക്ക് കഞ്ഞി കുടിക്കാനുള്ള ക്യൂ ഉണ്ടായിരുന്നു. ലോകത്ത് ഇതിനേക്കാൾ സ്വാദുള്ള ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് തോന്നും. ആ ഒരു നിമിഷമാണ് കേട്ടത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തോന്നിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോണ വഴിക്ക് ഒരു ബൂസ്റ്റും കുടിച്ച് വീട്ടിലേക്ക് യാത്രയായി. അപ്പൊ ഓക്കെ എന്നാ ബൈ.